നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. എത്ര ആയല്ലടാ ഇതുപോലെ ഒന്ന് കുളിച്ചിട്ട്? കൊറോണ വന്നതിന് ശേഷം നാം ഇങ്ങനെ കുളിച്ചിട്ടേ ഇല്ല. അത് തന്നെ, ഇന്ന് നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിക്കണം. ഇവിടുന്ന് എവിടുന്ന് ഒരു സ്മെല്ല് വരുന്നത് പോലെ നിങ്ങൾക്കുണ്ടോ? ആടെ ഉണ്ടടാ, അതേതും പക്ഷി എങ്ങാനും ചത്തിട്ടുണ്ടാവും, അതിന്റെ ആയിരിക്കും. നിങ്ങൾ ആരെങ്കിലും എന്റെ കൂടെ മത്സരത്തിനുണ്ടോ? ആരെ ഫസ്റ്റ് എത്തുന്നത് നോക്കാം നീന്തിട്ട്. ശുംഭൻ, എന്തായാലും നിങ്ങൾക്ക് എന്റെ അത്ര നീന്താൻ അറിയത്തില്ല. ആടെ വാടാ, എല്ലാരും നിൽക്ക്. ഞാൻ റെഡി 1 2 3 സ്റ്റാർട്ട് പറയും, അപ്പോഴത്തേക്കും എല്ലാരും നീന്തിക്കൊള്ളണം. ആടെ ബ്രോ, റെഡി 1 2 3 സ്റ്റാർട്ട്. വാടാ വാടാ, പറ്റെങ്കിൽ കടത്തടാ, വാടാ. ശുംഭൻ എന്തൊരു സ്പീഡിലാ നീന്തുന്നേ. എടാ നിക്കടാ, താണ്ട എന്തൊരു സാധനം. അതിനാണ് സ്മെല്ല് വരുന്നത്. എടാ ബ്രോ, അത് ഡെഡ് ബോഡി ആടാ. എടാ വേഗം കരയിൽ കയറിക്കോ, വേഗം കരയിൽ കയറിക്കോ. സാറേ, ഇത് സെന്റോസ ഗ്രാമത്തിനാ വിളിക്കുന്നത്. സെന്റോസ പാലത്തിനടിയിൽ ഒരു ഡെഡ് ബോഡി കണ്ടെത്തിയിട്ടുണ്ട്. ഡെഡ് ബോഡിയോ? നിങ്ങൾ നിക്ക് ഇപ്പൊ വരുന്നു. എടാ കോൺസ്റ്റബിൾ, വേഗം വണ്ടി എടുക്ക്. തള്ളേ, കൊന്നവൻ എന്തായാലും നിസാരക്കാരനല്ല. കണ്ണൊക്കെ കുത്തിപ്പൊട്ടിച്ച് തലയോട്ടൊക്കെ അടിച്ചു പൊളിച്ചാണ് കൊന്നിരിക്കുന്നത്. സാറേ, ഇവൻ കൊല്ലുന്ന രീതി കണ്ടിട്ട് ഇവനൊരു സൈക്കോ പാത്താണെന്നാ തോന്നുന്നത്. എന്ത് ക്രൂരമായ ഇതൊക്കെ ചെയ്തിരിക്കുന്നേ. സെന്റോസയിൽ ഇന്നും ഒരു ഡെഡ് ബോഡി കണ്ടെത്തി. അതിക്രൂരമായി വെട്ടിമുറിച്ച രീതിയിലാണ് ഡെഡ് ബോഡി കണ്ടെത്തിയത്. ഇതുവരെയായും ഒരു ക്ലൂവും ഇതിനെപ്പറ്റി കിട്ടിയില്ലെന്ന് പോലീസുകാർ. വീണ്ടുമോ? എടാ മാക്സിമേ, ഇത് രണ്ടാമത്തെ തവണയാ സെന്റോസയില് ഡെഡ് ബോഡി കണ്ടെത്തുന്നത്. ആടെ ബ്രോ, ഞാനും കാണാറുണ്ടായിരുന്നു. ഇതെന്താ സംഭവം? അത് തന്നെടാ, ഒന്നും അറിയില്ല. പോലീസുകാർക്ക് ഒരു ക്ലൂ പോലും കൊടുക്കാതെയാണ് അവൻ കൊന്നിട്ട് പോകുന്നത്. പക്ഷെ എന്തിനാ ഇത്ര ക്രൂരമായി കൊല്ലുന്നതെന്നാ ഞാൻ വിചാരിക്കുന്നത്. അവന്റെ രൂപം എങ്ങനെയാണെന്ന് പോലും പോലീസുകാർക്ക് അറിയില്ല. മിന്നൽ വേഗതയില്ല അവൻ ഓരോ കൊലകൾ നടത്തുന്നത്. എടാ, ഇതിനൊരു അവസാനം ഉണ്ടാവോ? ഒന്നും അറിയില്ലടാ. തള്ളേ, ഒന്നിന് പുറകെ ഒന്ന് ചത്തുകൊണ്ടിരിക്കുക. ഇതിനൊക്കെ നമ്മൾ എന്താ ചെയ്യുക? തള്ളേ, ഇതൊക്കെ നമുക്ക് നോക്കി നിൽക്കാനേ പറ്റൂ, അല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതില്. സാറേ, അങ്ങനെ പറയാൻ പാടില്ല. നാളെ നമുക്കോ നമ്മുടെ വീട്ടുകാർക്കോ ആണെങ്കിലോ ഈ സ്ഥിതി വരുന്നത് ആണെങ്കിൽ അനുഭവിക്കുക, അല്ലാതെ വേറെ നിവർത്തിയില്ല. അവനൊക്കെ ഒരു സൈക്കോ പാത്താണ്. അവനൊന്നും പൊക്കേണ്ട ബുദ്ധി നമുക്കില്ല. എടാ അലോക്കെ, നീ അറിഞ്ഞായിരുന്നോ? ഇന്ന് 3ാമത്തെ ഡെഡ് ബോഡി കണ്ടെത്തി സെന്റോസയിൽ നിന്ന്. ആടെ ഞാൻ കണ്ടായിരുന്നു. ഇതെന്ത് സംഭവം? ഇതിന്റെ അന്ത്യമില്ലെന്നാ ഞാൻ വിചാരിക്കുന്നത്. ആടെ ബ്രോ, ഇങ്ങനെയാണെങ്കിൽ ഇവൻ എല്ലാവരും കൊല്ലുമല്ലോ. എടാ മാക്സിമേ, എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല. ഇവൻ എല്ലാവരും ഒന്നും കൊല്ലുന്നില്ല. ഇവന്റെ പക തീർക്കുകയാണെന്ന് തോന്നുന്നേ. ആദ്യമേ സ്കെച്ച് ചെയ്ത് വെച്ച് അങ്ങനെയാണ് ഇവൻ കൊല്ലുന്നത്. അങ്ങനെ ആയിരിക്കോ? ആടെ അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ അതല്ല, അവന്റെ കൊലകൾ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും അവനൊരു സൈക്കോ പാത്താണെന്ന്. എടാ, അത് മാത്രല്ല, എനിക്ക് തോന്നുന്നു ഇതിന്റെ പിറകിലൊക്കെ ഒരു വലിയ സ്റ്റോറി ഉണ്ടെന്ന്. എന്റെ തോന്നലായിരിക്കാം ചിലപ്പോ അത്. എടാ ബ്രോ, നീ എന്താണ് ഇങ്ങനൊക്കെ പറയുന്നേ? എടാ, ഞാൻ പറഞ്ഞില്ലേ, എന്റെ തോന്നലായിരിക്കാം ചിലപ്പോ അത്. എടാ, നമുക്കിത് എന്താണെന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കിയാലോ? എടാ ബ്രോ, നമ്മളെന്താ പോലീസ് വല്ലതാണോ? പോലീസിന് പോലും കണ്ടെത്താൻ പറ്റാത്ത കാര്യമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. പിന്നെ എടാ, കണ്ടുപിടിക്കാൻ നല്ലടാ, നമുക്ക് എന്തായാലും പോയി നോക്കിയാലോ? അതിന് നീ എവിടെയെന്ന് വെച്ചാ പോവാൻ പോകുന്നേ? എടാ, അതായത് എല്ലാ ഡെഡ് ബോഡികളും കണ്ടെത്തുന്നത് സെന്റോസയിലാണ്. അപ്പോൾ എല്ലാ കൊലകളും നടക്കുന്നതും സെന്റോസയിലായിരിക്കണം. അപ്പോ ആ സൈക്കോ ഉള്ളതും സെന്റോസയിലായിരിക്കാനാണ് സാധ്യത. നമുക്കൊന്ന് സെന്റോസയിൽ ഒന്ന് പോയി നോക്കാം. അത് മാത്രമല്ല, ആദ്യം കണ്ടെത്തിയ ഡെഡ് ബോഡി പാലത്തിനടിയിലായിരുന്നില്ല, സെന്റോസയിലെ ഒറ്റപ്പെട്ട ഒരു വീടിനടുത്തായിരുന്നു. നമുക്ക് അവിടെ തന്നെ ഒന്ന് പോയി നോക്കാം. എടാ ബ്രോ, അവസാനം വല്ല വയ്യാവേരി ആവൂടാ? ഇല്ലടാ, അതൊന്നും പേടിക്കണ്ട. നമുക്ക് ഇന്ന് വൈകുന്നേരം തന്നെ എന്തായാലും ഒന്ന് പോയി നോക്കാം. ആടാ, ശരി. എന്തൊരു ടെറർ പ്ലേസ് ആട്ടാ ഇത്. കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. ആടാ, നമ്മൾ രണ്ടാളില്ലേ, പിന്നെന്തിനാ നീ പേടിക്കുന്നേ? ഇവിടെ കുറെ വീട് കാണുന്നുണ്ടല്ലോ. ആടാ, ശരിയാണല്ലോ, ഇവിടെ കുറെ വീടൊക്കെ കാണുന്നുണ്ട്. നീ വണ്ടി ഇവിടെ അങ്ങനെ നിർത്ത്. എടാ, ഇവിടെ വീട് മാത്രമേ ഉള്ളൂ, പുറത്തൊന്നും ഒരു കുഞ്ഞിനെ പോലും കാണുന്നില്ലല്ലോ. ആടാ ബ്രോ, അത് ശരിയാ, ഇവിടെ ആരും കാണുന്നില്ല. എന്നെ വീട്ടിനകത്തുണ്ടാവോ? ആടാ, പറയാൻ പറ്റത്തില്ല, ചിലപ്പോ വീടിനകത്തുണ്ടാവും. നമുക്ക് നോക്കാം. ചേടാ, ഇങ്ങോട്ടും ഇല്ലല്ലോ. ഇങ്ങോട്ടും ഒരു കുഞ്ഞിനെ പോലും കാണുന്നില്ല. നീ പറഞ്ഞത് ശരിയാടാ മാക്സിമേ, എന്തോ ഒരു ടെറർ പ്ലേസ് പോലെ ഉണ്ട് കണ്ടിട്ട്. ഒരു പട്ടിക്കുഞ്ഞ് പോലും ഇല്ലല്ലേ?
എന്തൊരു ഗ്രാമമാ ഇത്. ആ ഇവിടുന്നൊക്കെ എന്തേലും പറ്റിയാല് ചാവലെ നിവർത്തിയുള്ളൂ. ഒരു കുഞ്ഞു പോലും ഉണ്ടാവില്ല രക്ഷിക്കാൻ. ചേച്ചി ചേട്ടാ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഹലോ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? എടാ മാക്സിമേ ഇവിടുന്ന് ആരും ഇല്ലെന്നാ തോന്നുന്നേ. മാക്സിമേ വാളെ നമുക്ക് ഇവിടുന്ന് വേഗം വിടാം. എനിക്കും ചെറിയ രീതിയിൽ പേടി വന്നു തുടങ്ങി. നീ വേഗം വണ്ടി എടുക്ക്, നമുക്ക് ഇവിടുന്ന് വിടാം. ആടാ ബ്രോ ഞാൻ വേഗം വണ്ടി എടുക്കാം. മക്കളെ നിങ്ങളൊക്കെ ആരാ? എടാ ദാണ്ടെ ഒരാള്, നീ വണ്ടി നീ. മക്കളെ ഇതൊരു അപകടം പിടിച്ച സ്ഥലമാണ്. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അത് ചേട്ടാ ഇത് ഒരുപാട് കൊലകൾ നടക്കുന്ന സ്ഥലമല്ലേ, അതുകൊണ്ട് എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് വിചാരിച്ചു. ചേട്ടാ ഈ കുറെ കൊലകൾ ചെയ്ത ആ സൈക്കോ ഇല്ലേ, ആ സൈക്കോനെ ചേട്ടൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? മക്കളെ നിങ്ങൾ ആരാണ് ഈ അപകടം പിടിച്ച സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടത്? ചേട്ടാ ആരും പറഞ്ഞു വിട്ടതല്ല, നമ്മൾ തന്നെ വന്നതാ. ആ വാ, നിങ്ങൾ പുറത്ത് നിൽക്കണ്ട, അകത്തേക്ക് കടക്ക്. വാ എന്റെ കൂടെ പോര്. ആ ചേട്ടാ വാടാ മാക്സിമേ. മക്കളെ നിങ്ങൾ എന്ത് അന്വേഷിച്ചു വന്നതാണ്? ചേട്ടാ അത് പിന്നെ ഈ സൈക്കോ എന്തിനാ ഇത്ര ആളിങ്ങനെ കൊല്ലുന്നത്? അത് മാത്രല്ല ആ സൈക്കോ എന്തിനാ ഈ സ്ഥലത്ത് തന്നെ എല്ലാവരും കൊന്നിടുന്നത്? ഇവിടെയാണെങ്കിൽ നമ്മൾ വരുമ്പോ ഒറ്റ മനുഷ്യരില്ല, ചേട്ടനെ മാത്രമേ കണ്ടുള്ളൂ. ചേട്ടൻ ആ സൈക്കോനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ എന്നല്ല, അറിഞ്ഞിട്ടുണ്ടോ എന്ന് വേണം ചോദിക്കാൻ. നിങ്ങൾ സൈക്കോ എന്ന് വിശേഷിപ്പിച്ച ആ പാവ മനുഷ്യന്റെ സങ്കടം നിറഞ്ഞ ജീവിതം അപ്പൊ ചേട്ടനെ അറിയാല്ലേ? അല്ല, അറിഞ്ഞിട്ടുണ്ടോ എന്ന് വേണം ചോദിക്കാൻ. നിങ്ങൾ സൈക്കോ എന്ന് വിശേഷിപ്പിച്ച ആ പാവ മനുഷ്യന്റെ സങ്കടം നിറഞ്ഞ ജീവിതം. അപ്പൊ ചേട്ടനെ അറിയാല്ലേ? ചേട്ടാ ആരാണോ സൈക്കോ? ഞാൻ പറയാം, അവൻ ആരാണെന്നല്ല, അവൻ എങ്ങനെ ആയിരുന്നു എന്ന്. ഇവന്റെ പേരാണ് ജാക്ക്. ഇവന്റെ അച്ഛനും അമ്മയാണെങ്കിൽ ചെറുപ്പത്തിലെ ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചിരുന്നു. അതിനുശേഷം അവന്റെ ജീവിതം ഒരു ഒറ്റപ്പെട്ടതായി മാറിക്കഴിഞ്ഞിരുന്നു. അവൻ കറുത്തതായതുകൊണ്ട് അവന് ഒരു തെരുവ് നായയുടെ വില പോലും ആരും കൽപ്പിച്ചിരുന്നില്ല. ഇവൻ കുറച്ച് ക്ലാസ് വരെ പഠിച്ചത് ഇവൻ സ്വന്തമായി പണിക്കുപോയി ഉണ്ടാക്കിയ പൈസ കൊണ്ടായിരുന്നു. അങ്ങനെ അവൻ പഠിച്ചുകൊണ്ടിരിക്കവേ അവനെ അവന്റെ ക്ലാസ്സിലുള്ളവർ മാനസികമായി തളർത്താൻ തുടങ്ങി. ഒടുവിൽ അവൻ അതൊന്നും സഹിക്കാൻ കഴിയാതെ അവന്റെ പഠിത്തം നിർത്തി. അങ്ങനെ അവൻ ജീവിക്കാനായി വീണ്ടും ഒരു വർക്ക്ഷോപ്പിൽ ജോലിക്ക് കയറി. പക്ഷെ അവൻ കറുത്തതാണെന്നും അവനെ ആരും കൂടെ കൂട്ടില്ലെന്നും അവൻ ആരുമില്ലെന്നും ഉള്ള ചിന്ത അവനെ മാനസികമായി തളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നത്. അങ്ങനെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർ നല്ല രീതിയിൽ പരിചയപ്പെടുകയും അടുക്കുകയും ചെയ്തു. അവളുടെ പേരാണെങ്കിൽ ജാക്സി എന്നായിരുന്നു. പേരുകൊണ്ട് മാത്രമല്ല ജീവിതം കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും അവർ ഒരുപോലെയായിരുന്നു. ജാക്കിനെ പോലെ തന്നെ അവൾക്കും അവളുടെ അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒരു തീരുമാനമെടുത്തു. നമ്മൾക്ക് രണ്ടുപേർക്കും ആരുമില്ല എന്നുള്ള ചിന്ത ഇനി വേണ്ട, നമുക്ക് രണ്ടുപേർക്കും വിവാഹം കഴിക്കാം എന്നുള്ള തീരുമാനം. അങ്ങനെ കുറച്ചു നാളുകൾക്ക് ശേഷം അവർ വിവാഹിതരായി നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ വീട്ടു സാധനങ്ങൾ കഴിഞ്ഞതിനാൽ ജാക്ക് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്നതിനായി പുറപ്പെട്ടു. അങ്ങനെ ജാക്ക് കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരുന്ന വഴിയാണ് അത് കണ്ടത്. തന്റെ വീട്ടിനകത്തേക്ക് ഏതോ മൂന്നാളുകൾ പ്രവേശിച്ചിരിക്കുന്നു. ജാക്ക് അത് കണ്ട ഉടനെ കയ്യിലുണ്ടായിരുന്ന പച്ചക്കറിയൊക്കെ വലിച്ചെറിഞ്ഞ് വീടിനടുത്തേക്ക് ഓടി. അപ്പോഴത്തേക്കും അവർ വണ്ടിയിൽ കയറി പുറപ്പെട്ടിരുന്നു. എന്നിട്ട് ജാക്ക് വീട്ടിനകത്തേക്ക് നേരെ ഓടിക്കയറുമ്പോൾ കണ്ടത് തന്റെ ഭാര്യയെ മൃഗീയമായി പീഡിപ്പിച്ച് കൊന്നിട്ട നിലയിലായിരുന്നു. അത് ജാക്കിന് സഹിക്കാൻ കഴിയുന്നതിൽ അപ്പുറമായിരുന്നു. ജാക്കിനാണെങ്കിൽ അവന്റെ സങ്കടവും ദേഷ്യവും അടക്കാൻ കഴിയാതെ അവനൊരു സൈക്കോപാത്തായി മാറിക്കഴിഞ്ഞിരുന്നു.